കാനഡയിൽ ഇപ്പോൾ PR വേണ്ടി ആപ്ലിക്കേഷൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു CRS സ്കോർ എത്ര ആയിരിക്കും എന്ന് എല്ലാവർക്കും ഇപ്പോൾ അറിയുന്നുണ്ടാവും. 2025 ഈ CRS സ്കോറിലുള്ള കുറച്ച് പേർക്ക് സന്തോഷം നൽകുന്നൊരു വാർത്തയും എന്നാൽ കുറച്ച് പേർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. CRS സ്കോർ അഥവാ കോംപ്രിഹെൻസീവ് റാങ്കിങ് സിസ്റ്റം. ഈ സ്കോർ എന്ന് പറയുന്നത് ഒരു കാനഡയിൽ ഒരു PR വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് പഠിച്ച എഡ്യൂക്കേഷനും അല്ലെങ്കിൽ എക്സ്പീരിയൻസും അതുപോലെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയും ഒക്കെ അനുസരിച്ചിട്ട് നമുക്കൊരു കിട്ടുന്ന സ്കോറാണ് CRS സ്കോർ എന്ന് പറയുന്നത്. ഈ CRS സ്കോറിന് അനുസരിച്ചായിരിക്കും നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാനഡ ഇപ്പോൾ IRCC ഇപ്പോൾ ഒരു 500 ഒരു കട്ട് ഓഫ് സ്കോറായിട്ട് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 500 സ്കോറോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇൻവിറ്റേഷൻ കിട്ടുകയുള്ളൂ. മാത്രമല്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ അതിന് ശേഷം PR വേണ്ടി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റത്തുള്ളൂ. ഈ IRCC പ്രഖ്യാപിക്കുന്ന ഈ കട്ട് ഓഫ് സ്കോർ എല്ലാ മാസവും ഒരു 2 വട്ടോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരിക്കലോ അങ്ങനെയൊക്കെ അവർക്ക് അവരുടെ ഒരു ഇഷ്ടപ്രകാരമായിരിക്കും ഇത് പ്രഖ്യാപിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് പൊതുവേ എല്ലാവരും ചെയ്യുന്നത്. ഈ CRS ഡ്രോ തന്നെ പല കാറ്റഗറി ബേസ്ഡും അതല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാം ബേസ്ഡ് ആയിട്ടും അതുമല്ല ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയുടെ ബേസ് ചെയ്തും ഒക്കെ ഇത് ഡ്രോ നടക്കാറുണ്ട്. അങ്ങനെ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ബേസ്ഡ് ആയിട്ടുള്ള ഡ്രോ നടക്കുകയാണെങ്കിൽ ഫ്രഞ്ച് ലാംഗ്വേജ് എലിജിബിൾ ആയിട്ടുള്ളവർക്ക് മാത്രമേ അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. തുടങ്ങിയ പല നിബന്ധനകളോട് കൂടിയാണ് CRS സ്കോർ ഓരോ വട്ടവും IRCC പ്രഖ്യാപിക്കുന്നതും അതിന് ശേഷമാണ് പലർക്കും ഇൻവിറ്റേഷൻ കിട്ടുന്നത് പോലും. ഇപ്പോൾ ലാസ്റ്റിലത്തെ ഒരു 2-3 ഡ്രോ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ May 2, 2025 ഒരു ഡ്രോ നടന്നത് കാറ്റഗറി ബേസ്ഡ് ആയിരുന്നു. അതായത് ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ സർവീസ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് വരുന്നവർക്ക് മാത്രമേ ആ ഡ്രോയിൽ പങ്കെടുക്കാൻ അതിനകത്ത് ഇൻവിറ്റേഷൻ കിട്ടത്തുള്ളൂ. അതിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം 500 ഇൻവിറ്റേഷനാണ് കിട്ടിയത്. അതിൻ്റെ CRS സ്കോർ എന്ന് പറയുന്നത് തന്നെ 510 ആയിരുന്നു. May 1, 2025 നമ്മൾ ഡ്രോ നോക്കിക്കഴിഞ്ഞാൽ അതും ഒരു കാറ്റഗറി ബേസ്ഡ് ഒരു ഡ്രോ ആയിരുന്നു നടന്നത്. അത് എഡ്യൂക്കേഷനായിട്ടുള്ള കാറ്റഗറി വരുന്നവർക്കാണ് അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഏകദേശം ഒരു 1000 ഇൻവിറ്റേഷൻ കൊടുക്കുകയും അതിൻ്റെ കട്ട് ഓഫ് സ്കോർ എന്ന് പറയുന്നത് 479 ആയിരുന്നു. അതിന് തൊട്ട് മുമ്പുള്ള April 28, 2025 പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാം വഴിയായിരുന്നു ഉള്ളവർക്കാണ് അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടിയത് 421 പേർക്കും. എന്നാൽ ആ കട്ട് ഓഫ് സ്കോർ എന്ന് പറയുന്നത് 727 ആയിരുന്നു. അതിന് തൊട്ട് മുമ്പുള്ള April 14 നോക്കുമ്പോൾ അതേപോലെ തന്നെയായിരുന്നു. പിന്നെ നടന്നത് March 21 ലാംഗ്വേജ് ബേസ്ഡ് ഡ്രോ ആയിരുന്നു നടന്നത്. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കട്ട് ഓഫ് സ്കോർ നമുക്ക് ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരു 450-ൻ്റെയും 500-ൻ്റെയും 550-ൻ്റെ ഇടയ്ക്കുള്ള ഒരു രീതിയിലാണ് പല രീതിയിൽ നടന്നിട്ടുള്ളത്. നമ്മൾ ഈ ഓരോ ഡ്രോ നടക്കുമ്പോഴും അതിനകത്ത് വരുന്ന കട്ട് ഓഫ് സ്കോറും അല്ലെങ്കിൽ എത്ര പേര് ഇൻവൈറ്റ് ചെയ്തും എന്നൊക്കെയാണ് നമ്മൾ പൊതുവേ നോക്കാറുണ്ടെങ്കിലും ഇതിനകത്ത് ഓരോ ഡ്രോ നടക്കുമ്പോൾ ഒരു വലിയൊരു അപ്ഡേറ്റ് IRCC തരാറുണ്ട്. അതെന്ന് പറയുന്നത് ഓരോ സ്കോറിനനുസരിച്ച് എത്ര പേര് ആ പൂളിലുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റാണ്. അങ്ങനത്തെ ഒരു അപ്ഡേറ്റിലാണ് നമുക്ക് കുറച്ച് വൈറ്റലായിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഉള്ളത്. May 2, 2025 ഡ്രോ വന്നതിന് ശേഷമുള്ള ഒരു അപ്ഡേറ്റ് പ്രകാരം 600-ന് മുകളിൽ CRS സ്കോർ ഉള്ളവരുടെ നമ്പർ എന്ന് പറയുന്നത് വെറും 416 പേര് മാത്രമേ ഈ ഇൻവിറ്റേഷൻ കാത്ത് ആ പൂളിൽ കിടപ്പുള്ളൂ എന്നുള്ളതാണ്. 416 എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. 600-ന് മുകളിലുള്ളവർക്കെല്ലാം ഇനി വരുന്ന കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നടക്കുന്ന ഏതെങ്കിലും ഒരു ഡ്രോയിൽ അവർക്കെല്ലാം ഇൻവിറ്റേഷൻ കിട്ടും എന്നുള്ളത്. എന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ഒരു CRS സ്കോർ എന്ന് പറയുന്നത് 500-നും 600-നും ഇടയിലുള്ളവരാണ്. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 501 തൊട്ട് 600 വരെയുള്ള CRS സ്കോറിൽ കിടക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഏകദേശം 20,708 പേരാണ്. ഈ 20,708 പേരിൽ നിന്നായിരിക്കും ഇനി വരാൻ പോകുന്ന പ്രത്യേകിച്ച് 2025 നടക്കാൻ പോകുന്ന CRS കട്ട് ഓഫ് സ്കോറിൻ്റെ അനുസരിച്ചുള്ള എല്ലാ ഡ്രോയിലും ഇൻവിറ്റേഷൻ കിട്ടാൻ പോകുന്നത് ഈ 20,700 പേരിൽ നിന്ന് മാത്രമായിരിക്കും. ഈ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരുന്നതിന് മുമ്പുള്ള ആൾക്കാർ ഈ പൂളിലുള്ള അതായത് 500-നും 600-നും ഇടയിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് 19,700 പേരായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1000 പേരാണ് ഇപ്പം പുതിയതായിട്ട് ഈ 500-നും 600-നും ഇടയിലുള്ള സ്കോറിൽ ഇപ്പോൾ ആഡ് ആയേക്കുന്നത്. അതെന്ന് പറയുന്നത് നോക്കുമ്പോൾ അത് വലിയ നമ്പറാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഈ ഡ്രോ വരുന്നതിന് മുമ്പൊക്കെ നേരത്തെ അത് ആഡ് ചെയ്തുകൊണ്ടിരുന്നത് 2000 പേരായിരുന്നു ഈ ചെറിയ കാലഘട്ടത്തിൽ തന്നെ. അതായത് ഏകദേശം ഒരാഴ്ചയിൽ 2000 പേരായിരുന്നു ഈ 500-നും 600-നും ഇടയ്ക്ക് ആ സ്കോറിനകത്ത് ആഡ് ആയിക്കൊണ്ടിരുന്നത്. അത് മാറി ഇപ്പോൾ വെറും 1000 പേര് മാത്രമേ അതിനകത്ത് പുതിയതായിട്ട് ആഡ് ആവുന്നുള്ളൂ എന്നുള്ള
എന്നുള്ളതാണ് ഒരു ആശ്വാസപരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് നേരത്തെ LMA ജോബിൻസ് പോയിൻറ്റ്സ് എടുത്ത് മാറ്റുകയും അങ്ങനത്തെ കുറേ മാറ്റങ്ങൾ വന്നതുകൊണ്ടാണ് ഇപ്പം പുതിയതായിട്ട് 500 മുകളിൽ സ്കോർ കിട്ടാനായിട്ട് ആൾക്കാർക്ക് പ്രയാസം ഉണ്ടാവുകയും അത് കൂടാതിരിക്കുന്നതാണ് അറ്റ് പ്രസൻറ്റ് ഇപ്പം 500 മുകളിൽ CRS സ്കോർ ഉള്ളവർക്കെല്ലാം നല്ലത്. നേരത്തെ നിന്ന് വ്യത്യാസമായി ഇപ്പം 1000 പേര് ഈ 500 ബാൻഡിനകത്ത് ആഡ് ആവുന്നത് പുതുതായിട്ട് പഠിച്ചിറങ്ങിയവരും പിന്നെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയവരും അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ഒക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയവരും ഒക്കെയാണ് ഇതിന് വരുന്നത്. ഇതിന് മുമ്പ് വരെ LMI പോയിൻറ്റ്സോ അല്ലെങ്കിൽ ജോബ് ഓഫർ പോയിൻറ്റ്സോ എല്ലാം വെച്ചിട്ട് ആൾക്കാർ പെട്ടെന്ന് ഈ 500 ബാൻഡിന് മുകളിൽ ആൾക്കാർ വരികയും അത് ആ 500 മുകളിലുള്ളവർക്കെല്ലാം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള റോ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വിളിക്കുന്നത് 500 പേരെ അല്ല 1000 പേരെയൊക്കെ വെച്ചാണ്. അപ്പോൾ ഈ ആൾക്കാരുടെ എണ്ണം 500 ബാൻഡിന് മുകളിലേക്ക് കൂടാതിരിക്കുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ 500 സ്കോറിന് മുകളിലുള്ളവർക്കെല്ലാം അത് ഈ 2025 തന്നെ PR-ന് എലിജിബിൾ ആവാനുള്ള സാധ്യത വളരെയധികം കൂടിയിട്ടുണ്ട്. മാർക്ക് കാർണി പറയുന്നതനുസരിച്ചാണെങ്കിൽ 2025 ഏകദേശം 3,95,000 ആൾക്കാരെയാണ് കാനഡയിൽ പുതിയതായിട്ട് PR കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാം മാറ്റി നിർത്തി, അതായത് പ്രൊവിൻഷ്യൽ നോമിനേഷനോ അല്ലെങ്കിൽ ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫഷൻസിയോ അങ്ങനെ എന്തെങ്കിലും കാറ്റഗറി ബേസുള്ള ട്രോയും എല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ 20,700 പേർക്ക് അതിനി കുറച്ച് നമ്പർ കൂടിയാൽ പോലും ആ 500 മുകളിൽ ബാൻഡ് ഉള്ളവർക്കെല്ലാം ഈ 2025 തന്നെ PR കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 1000 പേരോളം ഈ ഒരാഴ്ചയായിട്ട് ഈ പൂളിൽ ആഡായി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതേപോലെ തന്നെ ഈ ഇൻവിറ്റേഷൻ കിട്ടി ഈ പൂളിൽ നിന്ന് എക്സിറ്റ് ആവുന്നവരുടെ എണ്ണവും ഇതുപോലെ തന്നെ അനുവാദികമായിട്ട് കൂടിയാൽ മാത്രമേ ഈ പൂളിലുള്ളവർക്കെല്ലാം PR കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CEC കാറ്റഗറിയിലുള്ള ഡ്രോ ഈ അടുത്ത സമയത്തൊന്നും നടന്നിട്ടില്ല. ഏകദേശം ഇപ്പോൾ ഒരു 70-75 ദിവസത്തോളമായി CEC കാറ്റഗറിയിൽ ഡ്രോ നടന്നിട്ട് എന്നുള്ളത്. പക്ഷേ അതിന് മെയിൻ കാരണമെന്ന് പറയുന്നത് LMA ജോബ്സും അല്ലെങ്കിൽ വർക്ക് പോയിൻറ്സും എല്ലാം ഈ കാറ്റഗറിയിൽ നിന്ന് ഇപ്പം റിമൂവ് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ് CEC കാറ്റഗറി ഉള്ളൊരു ഡ്രോ നടക്കാത്തത്. ഇപ്പോൾ ഇലക്ഷൻ്റെ ഒരു തിരക്കും ഒക്കെ കാരണം കൊണ്ടാണ് അതിനകത്ത് അത്ര ഫാസ്റ്റായിട്ട് ഇപ്പോൾ ഒരു പോയിൻറ്റ്സ് റിമൂവ് ചെയ്യാനും ഒക്കെ പറ്റാത്തത്. പക്ഷേ അധികം താമസിക്കാതെ തന്നെ CEC കാറ്റഗറിയിലുള്ള ഡ്രോ ഉടനെ തന്നെ വരുന്നതും അത് നല്ല നമ്പറിലുള്ള ആൾക്കാർ ഇൻവിറ്റേഷൻ കിട്ടുവാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ആൾക്കാരുടെ ഈ 500 ബാൻഡിന് മുകളിലേക്ക് ആൾക്കാർ വരുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ ആ ഇൻവിറ്റേഷൻ കിട്ടി ആ ബാൻഡിൽ നിന്ന് പുറത്താവുകയാണെങ്കിൽ ഈ 2025 ഒരു പകുതി അല്ലെങ്കിൽ 3/4 ഭാഗം എത്തുമ്പോൾ തന്നെ ഈ 500 ബാൻഡിന് മുകളിലുള്ളവർക്കെല്ലാം PR കിട്ടും. ഞാൻ ഈ റീസെൻ്റായിട്ടുള്ള പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി പലരും പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ബിഗ് ഡ്രോസ് ഒക്കെ നടക്കുമെന്ന് പറയുന്നത്. അതായത് 500 താഴെയും 480 ഒക്കെയുള്ള ഡ്രോസ് ഒത്തിരി നടക്കുകയും ഒത്തിരി ആൾക്കാർക്ക് ഇൻവിറ്റേഷൻ കിട്ടും എന്നൊക്കെയുള്ള പല വീഡിയോസും ഞാൻ കാണുകയുണ്ടായി. പക്ഷേ അതൊക്കെ നടക്കുന്നത് നല്ല കാര്യമാണ്, അങ്ങനെ നടക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. എങ്കിൽ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2025 അവസാനം വരെ 500 താഴെ ഒരു ഡ്രോ ഉണ്ടാവും എന്നൊരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാനേ പറ്റത്തില്ല. കാരണം എന്ന് പറയുന്നത് ഈ 500 മുകളിൽ സ്കോറുള്ളവരുടെ എണ്ണം തന്നെ ഇപ്പം ഏകദേശം 20,000 മുകളിലുണ്ട്. അതുകൊണ്ട് ആ ആൾക്കാർ മുഴുവൻ ക്ലിയർ ചെയ്തതിന് ശേഷമേ താഴോട്ടുള്ള ഡ്രോ നടക്കത്തുള്ളൂ. പലരും പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഇലക്ഷൻ കാരണമൊക്കെയാണ് ഈ ഡ്രോ നടക്കാത്തതെന്നൊക്കെയാണ്. പക്ഷേ ഒരിക്കലുമല്ല. കാരണം ആൾക്കാരുടെ എണ്ണം വളരെ കുറയ്ക്കാനാണ് ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്ലാൻഡായിട്ടും അല്ലെങ്കിൽ വളരെ സെലക്റ്റീവായിട്ടുള്ളൊരു CRS ഡ്രോ ഒരു എമിഗ്രേഷൻ പ്രോസസ്സാണ് ഇപ്പം കാനഡയുടെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 400 തൊട്ട് 500 വരെ CRS സ്കോർ ഉള്ളവർക്കെല്ലാവരും 2026 ഒരു ഡ്രോയിലെ ഒരു ഇൻവിറ്റേഷൻ കിട്ടത്തുള്ളൂ എന്നൊരു പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പം പറയുന്ന കാര്യങ്ങളെല്ലാം വെറുതെ ഒരു ബ്ലഫ് ചെയ്തുകൊണ്ട് പറയുന്ന കാര്യങ്ങളല്ല. പല ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റുമായിട്ടും പല ഇതിനകത്ത് പ്രഗത്ഭരായിട്ടുള്ള പല ആൾക്കാരുമായിട്ടും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഇൻഫർമേഷൻ എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ പലരും പ്രത്യേകിച്ച് 500 സ്കോറിന് താഴെയുള്ളവരെല്ലാവരും വന്നിട്ട് ഇതിനകത്ത് എന്നെ ചീത്ത പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാകത്തില്ല. കാരണം ഇപ്പോൾ ഇതൊക്കെയാണ് കാനഡയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യാഥാസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി എപ്പോഴും പറയാറുള്ളത്. ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ആരായിരിക്കും അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനമാക്കിയായിരിക്കും കാര്യങ്ങളെല്ലാം മാറാൻ പോകുന്നത്. കാരണം കൺസർവേറ്റീവ്
പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു പോസ് കൊണ്ടുവരും എന്നാണ്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിപരീതമായിട്ടായിരുന്നു പലതും സംഭവിക്കാൻ പോകേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ലിബറൽ വീണ്ടും അധികാരത്തിൽ വരികയും മാർക്ക് കാർണി തന്നെ പ്രധാനമന്ത്രിയായിട്ട് തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഇൻഫർമേഷൻ എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പലരെയും ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടാവും എന്നെനിക്കറിയാം. അതേപോലെ തന്നെ പലർക്കും ചെറിയ രീതിയിലാണെങ്കിലും ഒരു സന്തോഷം കിട്ടിയിട്ടുണ്ടാവും. ഇന്നത്തെ ഈ കാനഡയിലെ ഈ ഒരു പൊളിറ്റിക്കൽ സാഹചര്യം അല്ലെങ്കിൽ ഒരു എക്കണോമിക്കൽ സാഹചര്യങ്ങളൊക്കെ മാറി മറിയുന്നതനുസരിച്ച് ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ചിലപ്പം മാറ്റം വന്നേക്കാം. എന്നിരുന്നാലും എല്ലാവരും ശുഭവാർത്തയുണ്ടാവും എന്നൊരു പ്രതീക്ഷയോടുകൂടി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.